വാർത്തകൾ തുടരുന്നു. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ചികിത്സ തേടിയെത്തിയ യുവാവിന് പ്രാഥമിക ശുശ്രൂഷ നിർവഹിച്ച ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, AIYF പ്രവർത്തകർക്കെതിരെ നൽകിയ കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ആശുപത്രി പടിക്കൽ നടന്ന ധർണ AIYF ജില്ലാ സെക്രട്ടറി R. ബിജു ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് MS. അജിത് കുമാർ, കടുത്തുരുത്തി മണ്ഡലം കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MS. സുരേഷ്, TM. സദൻ, സണ്ണി ആനാലിൽ, മണ്ഡലം കമ്മിറ്റി അംഗം ബിജു കൈപ്പാരടൻ, CPI കുറവലങ്ങാട് ലോക്കൽ സെക്രട്ടറി AN. ബാലകൃഷ്ണൻ, വത്സമ്മ ജോയി, സ്റ്റീഫൻ ചെട്ടിക്കൻ, D. അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 23 ഡോക്ടർമാർ വേണ്ടിടത്ത് കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സേവനത്തിനുള്ളത് ഒറ്റ ഡോക്ടർ. നഴ്സുമാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 23 ഡോക്ടർമാർ വേണ്ടിടത്ത് സേവനത്തിനുള്ളത് ഒരേ ഒരു ഡോക്ടർ. സേവനത്തിന് 50 നഴ്സുമാരുടെ തസ്തികയുള്ളിടത്ത് സേവന നിരതരായി നിൽക്കാനുള്ളത് ആകെ 6 പേർ. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും തസ്തികയിൽ മാത്രമല്ല ഈ കുറവ്. കുറവലങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രി 2009 താലൂക്ക് ആശുപത്രി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരോ ഡോക്ടർമാരടക്കമുള്ളവരോ ഇനിയും ആശുപത്രിയിലെത്താത്ത സാഹചര്യമാണുള്ളത്. 23 ഡോക്ടർമാരുടെ സേവനം ഒരേ ഒരു ഡോക്ടർ ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ആശുപത്രിയിൽ. എന്നാൽ രാപകൽ ഭേദമില്ലാതെ കുറവലങ്ങാടെയും സമീപ പഞ്ചായത്തുകളായ ഞീടൂർ, കാണക്കാരി, മരങ്ങാട്ടുപള്ളി, കടപ്പളാമറ്റം എന്നിവിടങ്ങളിലും എത്തുന്ന നൂറുകണക്കിന് രോഗികൾക്ക് മതിയായ സേവനം ലഭ്യമാകുന്നില്ലെന്ന നേരിയ പരാതികൾ ഉയരുമ്പോഴാണ് ഉള്ള സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിയും കഠിനാധ്വാനത്തോടെയും സേവന നിരതരായി നിന്നുമുള്ള പ്രവർത്തനങ്ങളോടെയുമാണ് ആശുപത്രിയുടെ പ്രവർത്തനം ഡോക്ടറും നഴ്സുമാരും പിടിച്ചു നിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം പൂർണ്ണമായും വ്യക്തമാകുന്നത്. 1929 ആണ്ടിൽ തിരുവിതാംകൂർ വാണിരുന്ന മഹാറാണി സേതു ലക്ഷ്മിബായി തമ്പുരാട്ടി അനുവദിച്ച ഡിസ്പെൻസറിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായും സാമൂഹിക ആരോഗ്യ കേന്ദ്രമായും താലൂക്ക് ആശുപത്രിയായും വളർന്നത്. കുറവലങ്ങാട് കോഴാഭാഗത്ത് നാലഞ്ചേരി കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തനം നടത്തിയ ആശുപത്രി 1938 ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് പ്രവർത്തനം മാറ്റി വന്നത്. 1938 കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളി സംഭാവനയായി നൽകിയ 1.6 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോഴത്തെ ആശുപത്രിയുടെ പ്രവർത്തനം. ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനും സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണ അധികാരമാണ് നിലവിലുള്ളത്. 2009 താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ ആശുപത്രിക്ക് ആവശ്യമായ ജീവനക്കാരെയും ഡോക്ടർമാരടക്കമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതാണ് ഇപ്പോൾ ആശുപത്രി നേരിടുന്ന പ്രശ്നം. താൽക്കാലിക സംവിധാനത്തിൽ 2 ഡോക്ടർമാരും CRS പദ്ധതിയിൽപ്പെടുത്തി മറ്റു 2 പേരും ആശുപത്രിയിൽ സേവനത്തിന് എത്തിയെങ്കിലും ഇവരുടെ സേവനം പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിനിടയിൽ ഗ്രാമീണ സേവനത്തിന് എത്തിയ ഡോക്ടർമാരിൽ ഉപരിപഠനാർത്ഥം പോകുന്ന സാഹചര്യവും ആശുപത്രിയിലുണ്ട്. NRHM പദ്ധതിയിൽ 2 പേർ എത്തുന്നുണ്ടെങ്കിലും ഇവരുടെ സേവനവും എല്ലാ ദിവസങ്ങളിലും ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ ആകെയുള്ള ഒരേ ഒരു ഡോക്ടർ 24 മണിക്കൂറും ആശുപത്രിയിൽ ചെലവിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ 15 ഹെഡ് നഴ്സുമാരും 4 നഴ്സിംഗ് സൂപ്രണ്ടുമാരും 25 നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അറ്റൻഡർമാരും ആശുപത്രിയിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഇവരെല്ലാം ചേർന്ന് ആകെയുള്ളത് 6 നഴ്സുമാർ മാത്രമാണ്. ഫാർമസിസ്റ്റും സ്റ്റോർ സൂപ്പർവൈസറുമായി 6 തസ്തികമാർ ഉണ്ടാവണം. ഓഫീസ് സ്റ്റാഫുകളായി 6 പേരുടെ സേവനവും ലഭ്യമാകേണ്ടതുണ്ട്. അടിയന്തരമായി സംസ്ഥാന സർക്കാർ തലത്തിൽ ഇടപെട്ട് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന ജനകീയ ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നതായി ആശുപത്രിയുടെ നിയന്ത്രണ അധികാരികളായ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് MM. തോമസ് പറയുന്നു. MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ ശ്രമപരമായിട്ടാണ് കുറവലങ്ങാട് ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്തത്. പക്ഷേ അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ച് സ്റ്റാഫുകളുടെ ആവശ്യമായ സ്റ്റാഫുകളുടെ നിയമനമൊന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷേ അതിനുള്ള പരിശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിലും MLA തലത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ അതിനാവശ്യമായിട്ടുള്ള തുക മാറ്റിവെച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
റെയിൽവേ കോറിഡോർ പദ്ധതി ജനഹിതം മാനിക്കണമെന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് ആയാങ്കുടിയിൽ നടന്ന സമ്മേളനത്തിലാണ് ജനങ്ങൾക്കൊപ്പം നീങ്ങുമെന്ന് ചീഫ് വിപ്പ് പറഞ്ഞത്. കടുത്തുരുത്തി കീഴൂർ മേഖലയിൽ ലക്ഷ്യമിടുന്ന അതിവേഗ റെയിൽപാത നിർമ്മാണത്തിൽ ജനകീയ പിന്തുണയ്ക്കൊപ്പം നിൽക്കാൻ PC ജോർജ് രംഗത്ത്. സാധാരണക്കാരും കർഷകരുമായി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽപാത നിർമ്മിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്ന് PC ജോർജ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ മോൻസ് ജോസഫ് MLA നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്നതായും സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. ആയാങ്കുടി സെന്റ് തെരേസ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കവെയാണ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ശക്തമായ ഉറപ്പ് നൽകിയത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അശാസ്ത്രീയവും ജനദ്രോഹ നിർദ്ദേശങ്ങളടങ്ങിയതുമായ അതിവേഗ റെയിൽപാത നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെ തികച്ചും അശാസ്ത്രീയമായി നടത്തിയിരിക്കുന്ന സാറ്റലൈറ്റ് സർവേ അംഗീകരിക്കാനാവില്ലെന്ന് PC ജോർജ് പറഞ്ഞു. പ്രായോഗികമായി കേരളത്തിൽ റെയിൽപാത നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ സർവേ പൂർത്തിയാക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. നിലവിലുള്ള സർവേ പ്രകാരം റെയിൽവേ പൂർത്തിയാക്കിയാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കിടപ്പാടം നഷ്ടമാകുന്ന സാഹചര്യമാണുള്ളതെന്ന് ചീഫ് വിപ്പ് പറഞ്ഞു. ഇത്രയധികം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ജനവാസ മേഖല ഒഴിവാക്കി പുതിയ സർവേ നടത്തുകയാണ് ആവശ്യമെന്നും PC ജോർജ് പറഞ്ഞു. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും PC ജോർജ് ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്തു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പാണെന്നും ചീഫ് വിപ്പ് സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്കയും ആവലാതികളും പരിഹരിക്കുവാൻ തുറന്ന ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നിലവിലുള്ള സർവേ പ്രകാരം പദ്ധതി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലൂടെ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മോൻസ് ജോസഫ് MLA നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ MLA-മാരുടെയും MP-മാരുടെയും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കണമെന്ന് മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ ബ്രദേഴ്സ് സാവിയോ അറക്കൽ, PTA പ്രസിഡന്റ് മാത്യു കൊട്ടാരം തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ദിനപത്രങ്ങൾക്ക് വില വർദ്ധിക്കുന്നു. മുഖ്യധാരാ പത്രങ്ങൾക്ക് വില ഉയർത്തുന്നത് 4 വർഷത്തിന്റെ ഇടവേളയിൽ. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യധാരയിലെ പത്രങ്ങളെല്ലാം വില വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ദിനപത്രത്തിന് ആവശ്യമായ സർവ്വ അസംസ്കൃത വസ്തുക്കളുടെയും വിലയും പ്രവർത്തന ചെലവും കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വില വർദ്ധിപ്പിക്കേണ്ടി വന്നതെന്ന് പത്ര ഉടമകൾ പറയുന്നു. ന്യൂസ് പ്രിന്റിലെ വില വർധനമാണ് പത്ര വരിസംഖ്യ ഇനത്തിൽ വർധനമുണ്ടാക്കുന്നതിന് പ്രധാന കാരണമായിരിക്കുന്നെന്നാണ് പത്ര ഉടമകളുടെ ഭാഷ്യം. പത്ര ഉത്പാദനത്തിന്റെ പാതിയോളം ചെലവ് വേണ്ടിവരുന്നത് പത്രക്കടലാസിലാണ്. 2008 3 രൂപ 50 പൈസ വില നിന്നിരുന്ന മുഖ്യധാരാ പത്രങ്ങൾ 4 രൂപയായി പ്രതിക്കോപ്പിക്ക് വില വർദ്ധിപ്പിച്ചത്. 2008 ന്യൂസ് പ്രിന്റിന് വില ടണ്ണിന് 24,000 രൂപയായിരുന്നു. ഇപ്പോൾ വില ടണ്ണിന് 37,000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. മാസം തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ന്യൂസ് പ്രിന്റിന്റെ വിലയെന്നും പത്ര ഉടമകൾ വ്യക്തമാക്കുന്നു. പത്രസ്ഥാപനങ്ങളിലെ നടുവൊടിക്കുന്ന ന്യൂസ് പ്രിന്റ് വില വർധനയ്ക്ക് പുറമെ മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ വിലയിലും വൈദ്യുതി അടക്കമുള്ള പ്രവർത്തന ചെലവിലും വലിയ വർധനമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വില വർധനവിന് അപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പത്രോടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വിലയായി ലഭിക്കുന്ന 4 രൂപയോളം പത്രത്തിന്റെ പത്രക്കടലാസിന് വേണ്ടി മാത്രം വേണ്ടിവരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കുറിപ്പിൽ പത്രോടമകൾ പറയുന്നു. പരസ്യങ്ങളിൽ നിന്ന് വൻതോതിൽ വരുമാനം ലഭിച്ചില്ലെങ്കിൽ പത്രസ്ഥാപനങ്ങൾ നഷ്ടത്തിന്റെ പടുകുഴിയിൽ വീണുപോകുന്ന ആശങ്കകളും ഇല്ലാതില്ല. ഓഗസ്റ്റ് 1 മുതൽ സാധാരണ ദിവസങ്ങളിൽ 5 രൂപയും ഞായറാഴ്ചകളിൽ 5.5 രൂപയുമായാണ് പത്രത്തിന്റെ വില നിജപ്പെടുത്താൻ മുഖ്യധാരാ പത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പ്രധാന പത്രങ്ങളിൽ ചിലത് കാര്യമായ വിലവർധനവില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ലോഡ് ഷെഡിംഗ് തുടങ്ങി. കുറവലങ്ങാട് മേഖലയിൽ 1 മണിക്കൂർ ഇടവേളയിൽ അരമണിക്കൂർ വൈദ്യുതി നഷ്ടപ്പെടും. കുറവലങ്ങാട്, ഞീഴൂർ, മരങ്ങാട്ടുപള്ളി മേഖലയിലാണ് ഈ ക്രമീകരണം. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2740 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. കാലാവസ്ഥ. കേരളത്തിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. നാളെ നേരിയ മഴയ്ക്ക് സാധ്യത. താപനില: കോട്ടയം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 30, 29. ആലപ്പുഴ 30, 28. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1 കോടിയിലേറെ രൂപയുടെ വികസനം ലക്ഷ്യമിട്ട് കോഴ വാട്ടർഷെഡ് പദ്ധതിയിൽ നടപ്പാക്കാനായത് 8 ലക്ഷത്തിന്റെ വികസനം.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കടയടച്ച് വ്യാപാരികൾ. സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റേത്. LDF പിന്തുണയിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ജോണി വനങ്കുഴ കേരള കോൺഗ്രസ് എമ്മിലേക്ക് മടങ്ങുന്നു. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതി അടയാളപ്പെടുത്തലിനെത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. തോട്ടുവായിൽ കിണറ്റിൽ തിരയിളക്കം കാണാൻ ഒട്ടേറെ പേർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.